വെൽക്കം ടു ഇലക്ട്രിക്കൽ ലെക്ചേഴ്സ് ഓൺ. ഓ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ എക്സാംസിന്റെ ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് ഓൾറെഡി ഇന്നലെ തൊട്ട് എന്താ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ അല്ല എന്താ കോമൺ എക്സാം ആണ് അല്ലെ? ഇലക്ട്രീഷ്യനും ലൈൻമാനും അതേപോലെ എന്താ ഓവർസീയർ ഗ്രേഡ് ടൂവും എല്ലാം എന്താ കോമൺ എക്സാം ആയിട്ട് ഏപ്രിൽ 25-നാണ് ഷെഡ്യൂൾ ആക്കിയേക്കുന്നത് അല്ലെ? അപ്പൊ അതിൽ എത്ര നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ആണ് അപ്ലൈ ചെയ്തേക്കുന്നതും അതേപോലെ അതിന്റെ സിലബസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നോക്കും. ഫസ്റ്റ് കാറ്റഗറി നമ്പർ വന്നേക്കുന്നത് 58/2023 58/2023 ഇലക്ട്രീഷ്യൻ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ്. സ്റ്റേറ്റ് വൈഡ് ആണ്. 25/4/2024 എക്സാം. ഓൺലൈൻ OMR 100 മാർക്സ് ഇംഗ്ലീഷ് ആണ്. 1 hour 30 minutes ആണ് ഡ്യൂറേഷൻ വരുന്നത്. 10,513 പേര് എന്ത് അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓവർസീയർ ഗ്രേഡ് ടു ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് ടു അതിൽ PWD ആണ്. സ്റ്റേറ്റ് വൈഡ് ആണ്. 14,506 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. നമുക്ക് സിലബസിലേക്ക് നമുക്ക് വരാം. അതേപോലെ എത്ര വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രേഡ്സ്മാനിലൊക്കെ വേക്കൻസീസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരാം. അതേപോലെ ഇലക്ട്രീഷ്യന്റെ കേസിൽ 1789 പേരാണ് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലേക്ക് അപ്ലൈ ചെയ്തേക്കുന്നത്. ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കേരള പോലീസ് മോഡൽ ട്രാൻസ്പോർട്ട് വിങ്ങിലേക്ക് 7,393 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. ഇലക്ട്രീഷ്യൻ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് 11,522 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. സ്കിൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഇലക്ട്രിക്കൽ 3,293 പേരെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലേക്ക്. സ്കിൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു എറണാകുളത്തേക്ക് എത്ര 4,054 പേര്. വയനാട്ടിലേക്കോ 2,566 പേര്. കാസർഗോഡേക്ക് 986 പേര്. ഇലക്ട്രീഷ്യൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് 1,981 പേര് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതുപോലെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ 18,577 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 18,577 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ലൈൻമാന്റെ കേസിലാണെങ്കിലോ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലേക്ക് 8,521 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് എന്ത് ചെയ്തേക്കുന്നത്. ഇത്രയും കോമൺ എക്സാം ആണ് ഉള്ളത്. ഏപ്രിൽ 25-ാം തീയതിയാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രീഷ്യന്റെ സെയിം സിലബസ് തന്നെ കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഇലക്ട്രീഷ്യന്റെ സെയിം സിലബസ്. ഓക്കെ, 10 മൊഡ്യൂളായിട്ട് ഉള്ള സെയിം സിലബസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ മൊഡ്യൂൾ 1 10 മാർക്ക്, മൊഡ്യൂൾ 2 10 മാർക്ക്, എല്ലാം 10 മാർക്ക്. ഓരോ 10 മൊഡ്യൂളിന് 10 മാർക്ക്. മൊഡ്യൂൾ 1 ബേസിക് ഇലക്ട്രിസിറ്റി, ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി, ഫ്ലക്സിംഗ് സോൾഡർ ടെക്നിക്, പ്രോപ്പർട്ടീസ് ഓഫ് റെസിസ്റ്റൻസ്, കണ്ടക്ടർ ഇൻസുലേറ്റർ, സെമി കണ്ടക്ടേഴ്സ്, പിന്നെ ടൈപ്സ് ഓഫ് വയർസ് ആൻഡ് കേബിൾസ് ഉണ്ട്. ഇത്രയും കാറ്റഗറി നമ്പേഴ്സിന് വേണ്ടിയിട്ട് കോമൺ എക്സാം ആണ് സെയിം സിലബസ് വെച്ചിട്ടുള്ളത്. അതുപോലെ രണ്ടാമത്തെ മൊഡ്യൂളോ ഹോംസ് ലോ ക്രിച്ചോഫ് ലോ, എഫക്ട്സ് ഓഫ് വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ റെസിസ്റ്റൻസ്, കെമിക്കൽ എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്, ലോസ് ഓഫ് റെസിസ്റ്റൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ്, ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ്, കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സെൽ, ബക്ലിംഗ് ആൻഡ് സെഡിമെന്റേഷൻ. പിന്നെ മൊഡ്യൂൾ 3 മാഗ്നറ്റിസം, മൊഡ്യൂൾ 4 ആൾട്ടർനേറ്റിംഗ് കറന്റ് ആൻഡ് എർത്തിങ്, മൊഡ്യൂൾ 5 DC മെഷീൻസ്, മൊഡ്യൂൾ 6 AC മോട്ടോഴ്സ്, സിംഗിൾ ത്രീ ഫേസ് മോട്ടോഴ്സ്. ഓക്കെ. അതേപോലെ മൊഡ്യൂൾ 7 ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമേഴ്സ്, പിന്നെ സോറി മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്. ഓക്കെ, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്. മൊഡ്യൂൾ 8 ഇലിമിനേഷൻ ആൻഡ് ബേസിക് ഇലക്ട്രോണിക്സ്, മൊഡ്യൂൾ 9 പവർ ജനറേഷൻ, മൊഡ്യൂൾ 10 ട്രാൻസ്മിഷൻ. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഇലക്ട്രീഷന്റെ സെയിം മൊഡ്യൂൾ തന്നെയാണ് ഇപ്രാവശ്യം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതില് മൊഡ്യൂൾ 2 എന്തെങ്കിലും ഇല്ല. മൊഡ്യൂൾ 2 ചേഞ്ച് വന്നിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ. ഓക്കെ, അപ്പോൾ സെയിം സിലബസ് തന്നെയാണുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് എത്ര വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തുള്ള കാര്യം നമുക്ക് അതിൽ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പോവാം. അപ്പോൾ സിലബസ് എന്താ സെയിം സിലബസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് എല്ലാത്തിനും എന്താ കോമൺ എക്സാം ആണ്. ലൈൻമാൻ അതെ, ഓവർസിയർ ഗ്രേഡ് ടു അതെ, ഇലക്ട്രീഷ്യൻ അതെ, ട്രേഡ്സ്മാൻ അതെ, എല്ലാത്തിനും എന്താ കോമൺ എക്സാം ആയിട്ടാണ് ഇവർ എന്താ കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ എത്ര പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നതെന്നും കാര്യങ്ങളൊക്കെ എന്താ നമുക്ക് നോക്കാം. ഇതിലിപ്പോ ഫസ്റ്റ് ഉള്ളത് 58/2023 58/2023 ഇലക്ട്രീഷ്യനിലേക്ക് 2 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ 186/2023 186/2023 ഓവർസീയർ ഗ്രേഡ് ടു ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 4 വേക്കൻസീസ് ആണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 2022 വരെ. ഓക്കെ, അല്ലെങ്കിൽ ട്രേഡ്സ്മാൻ കേസിലേക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡാറ്റാസ് അല്ല, RTI പ്രകാരം കുറച്ചധികം കൂടുതൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. പിന്നെ 195/2023 ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് ഉള്ളത്. തിരുവനന്തപുരത്തേക്ക്. ഓക്കെ, സോറി, ആ ഒരു ഡാറ്റ ഇതിൽ അവൈലബിൾ ആയിട്ട് കാണുന്നില്ല. ഓക്കെ, പിന്നെ ഉള്ളത് 247/2023 അല്ലെ. 247/2023 ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിളിലേക്ക് 22 2 24 4 28 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 28 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിൾ 28 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലാകെ അപ്ലിക്കേഷൻ വന്നേക്കുന്ന 7393 പേര് അതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അത് കോമ്പറ്റീഷൻ പൊതുവെ കുറവാണ്. അപ്പൊ നിങ്ങൾ എന്താ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് എന്താ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അതേപോലെ 265/2023 ഉണ്ടല്ലേ, സ്കിൽഡ് അസിസ്റ്റന്റ്. 265/2023 സ്കിൽഡ് അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് വൈസ് ആണ്. തിരുവനന്തപുരത്തേക്ക് സോറി, ആ ഡാറ്റാസും ഇതിലെന്താ അവൈലബിൾ ആയിട്ടില്ല. എല്ലാം ആന്റിസിപ്പേറ്റഡ് എന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് അവരുടെ ഡാറ്റാസ് അവൈലബിൾ അല്ലാത്തത്. പിന്നെ 417/2023 ഉണ്ട് അല്ലെ. 417/2000 417/2023 417/2023ലേക്ക് ഒക്കെ ആ ഒരു ഡാറ്റാസും അവൈലബിൾ ആയിട്ടില്ല. ഇത് 2014 കാര്യമാണ് ഉള്ളത്. 1981 വേക്കൻസി ആണ്. 1981 ആപ്ലിക്കേഷൻസ് ആണ് റിസീവ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത 428/2023 ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 428. ഓക്കെ, അതിൽ 18,577 പേര്, അതിൽ 24 വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പൊ അതിൽ കൂടുതൽ ഡാറ്റാസ് ഏകദേശം 41ഓളം വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് നമുക്കറിയാൻ വേണ്ടി സാധിച്ചത്. നമുക്ക് 24ആണ് ഇതിൽ കാണിക്കുന്ന ഡാറ്റാസ്, 41 ഉണ്ടെന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിച്ചത്. ഓക്കെ, അത് കഴിഞ്ഞ് ലൈൻമാൻ 533/2023 533/2023 ഓക്കെ, ആ ഒരു ഡാറ്റാസും ഇതിനെന്താ അവര് കൊടുത്തിട്ടില്ല. ഓക്കെ, അതിൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് തന്നെയാണ് അതിലുള്ളത്. ഓക്കെ, അപ്പോ എല്ലാവരും എന്താ മാക്സിമം എഫേർട്ട് എടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ എന്താ ഒരു 80 ഡേയ്സ് സ്റ്റഡി പ്ലാൻ വേണമെങ്കിൽ നമുക്ക് ഇത് സെറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ വീഡിയോ നമുക്ക് എന്താ പെട്ടെന്ന് അത് സെറ്റ് ആക്കിയിട്ട് നമുക്ക് ഇടാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.